അങ്ങനെ നിങ്ങൾ ഒരിക്കൽ മുറിവേൽക്കപ്പെട്ട് ജീവിതത്തിൽ തകർന്ന് ഉറക്കമില്ലാതെ ഒറ്റപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികൾ വീണ്ടും വേറൊരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കും. ആ റിലേഷൻഷിപ്പ് മിക്കവാറും അവരും മുറിവേൽക്കപ്പെട്ട ഇതുപോലെയുള്ള വേറൊരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ അവർ നിങ്ങളെ കണ്ടപ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയ വ്യക്തികളായിരിക്കും. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും അവരും നിങ്ങളെ വീണ്ടും മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഹീൽ ചെയ്യാത്ത വ്യക്തികളെ ഒരിക്കലും ജീവിതത്തിലേക്ക് ക്ഷണിക്കരുത്. അതുപോലെ നിങ്ങൾ സ്വന്തം ഹീലാവാതെ ഒരിക്കലും വേറൊരു റിലേഷൻഷിപ്പ് തേടി പോകരുത്. അങ്ങനെ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വ്യക്തികളെ കണ്ടുമുട്ടുകയും വീണ്ടും വീണ്ടും നിങ്ങൾ മുറിവേൽക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ നോക്കുക. സുഖപ്പെടൽ എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഒരു വ്യക്തിക്കും എന്നെ ചതിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കലാണ്. ആ മൈൻഡ് സെറ്റിനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ പെരുമാറ്റവും നോട്ടവും നടത്തവും ബോഡി ലാംഗ്വേജും ഇതൊക്കെ കണ്ടിട്ട് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ചതി, വഞ്ചന എന്നുള്ള കാര്യങ്ങളൊക്കെ ഏഴയലത്തോടെ പോകുമ്പോൾ തന്നെ സ്മെല്ല് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള മനുഷ്യരെ മനസ്സിലാക്കാനുള്ള അറിവ് നേടുക എന്നുള്ളതാണ് ഈ പറയുന്ന ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ അത്രയ്ക്കും അവെയറാണ്.